morning, students. So yesterday we started our CPM technique and we studied about the earliest time network diagram varachu and the earliest time ellam calculate chedu and we got the values from E1 to E10. 0 നിന്നും start ചെയ്ത് we reach at what 22, isn't it? ആ 22 വരെ എത്തിയതിൽ നിന്ന് ഏത് ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്തിട്ട് it was EJ is equal to maximum of EI plus time duration, isn't it? അതായത് നെക്സ്റ്റ് ഇവന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ what you have to do here, you have to take the previous event plus the time duration from that event to the next event, TIJ. Okay, so next we are going to study the backward pass, or we call it as latest time. Okay, TL എന്ന് പറയും. Latest time is TL. Okay, TL. The formula is EJ values എഴുതിയ പോലെ തന്നെ it is L. I'm reversing all the values here. Instead of E, I'm replacing what? L. E ക്ക് പകരം L ആക്കുന്നു. J changes to what? I. Okay. Maximum becomes minimum. Okay. Then E becomes what? L. I changes to what? J. Plus becomes minus and TJI. Okay. IJ മാറി JI ആവുന്നു. Is it clear? Okay. അപ്പോൾ this is the formula. അപ്പോൾ do one thing. ഇത് മാത്രം പഠിക്കുക. അതിന് നേരെ റിവേഴ്സ് ആണെന്നുള്ള രീതിയിൽ പഠിച്ചാൽ മതി. So this is we are going to study today. Latest time TL. അപ്പോൾ ഈ where we started from the first node. അല്ലേ? അവിടെ നിന്ന് we reached to E10. So for the latest time we have to begin from the last one. Finish ചെയ്തിരിക്കുന്ന അവിടെ നിന്നാണ് we are starting. That is L10 ആണ് നമ്മൾ begin ചെയ്യാൻ പോകുന്നത്. L10 എവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്? 22. So whatever the value you got in the last value of earliest time, അവിടെ വെച്ച് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. So what is your L10? It is 22. Okay, L10 value is 22. ഇനി അവിടെ നിന്ന് ബാക്കിലോട്ട് പോരുവാണ്. നെക്സ്റ്റ് ഇവന്റ് ഏതാന്ന് നോക്കിക്കേ. It was L9. L9 കിട്ടാനായിട്ട് L9 കിട്ടാൻ so L10 is 22. L9 കിട്ടാൻ again we have to go back to the network diagram. നോക്കിക്കേ, സാധാരണ നമ്മൾ എടുക്കുന്നത് എങ്ങനെയായിരുന്നു? L9 എന്ന് പറയുമ്പോഴേക്കും നേരത്തെ E9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് വരുന്നതായിരുന്നു എടുത്തോണ്ടിരുന്നത്. ഇനി അതിൽ നിന്ന് പോകുന്നത് ഔട്ട് ഗോയിങ് ആരാന്ന് നോക്കാം. L9 എങ്ങോട്ടേക്കാ പോകുന്നത്? It is going to 10. So what we have to do here is L10 minus the time. 9 to 10 എത്തേണ്ടത് എത്രയാ? It is 7. L10 minus 7. So what is your L10 value that we got in the previous step? 22. So 22 minus 7 it is equal to 15. Is it clear? പോകുന്നത് നോക്കാം, വരുന്നതല്ല, പോകുന്നത് എങ്ങോട്ടാന്ന് നോക്കാം. നെക്സ്റ്റ് is what? L8. L8 നിന്ന് പോകുന്നത് എങ്ങോട്ടാ? 10ലേക്ക് തന്നെ. So it is L10 minus 5. What is our L10 value? It is 22. So 22 minus 5 it is equal to 17. നിങ്ങളപ്പോൾ സെയിം കിട്ടുമെന്ന്. ഇപ്പോൾ E8 17 ആയതുകൊണ്ട് L8 17 സെയിം ആണെന്ന് വിചാരിക്കണ്ട കേട്ടോ. 9 ഒക്കെ വ്യത്യാസം വന്നിരിക്കുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ സെയിം ഒന്നും എഴുതി വെക്കരുത് കേട്ടോ. റോങ് അങ്ങനെ ചെയ്യരുത് ഒരിക്കലും. ഇനി ബാലൻസ് L8 വരെ എത്തി. നെക്സ്റ്റ് എന്താ? L7 എടുക്കാം. 7 എങ്ങോട്ടേക്കാ പോകുന്നത്? 8ലോട്ട്. സോ L8 minus 2. L8 minus 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ what is your L8 value that we got now? 17. 17 minus 2 is equal to 15. Okay. Next L6. 6 നോക്കാം. 6 എങ്ങോട്ടേക്കാ? L8 തന്നെ. L8 minus 1. L8 is 17. 17 minus 1 is equal to 16. Next L5. 5ന്റെ പ്രത്യേകത നോക്കിക്കേ. There are 2 arrows emerging from 5, right? രണ്ടുപേരും ഔട്ട് ഗോയിങ് ഉണ്ട്. എങ്ങോട്ടൊക്കെയാ? 7ലേക്കും പോകുന്നുണ്ട്, 6ലേക്കും പോകുന്നുണ്ട്. അപ്പം നമ്മൾ ഈടെ എടുത്ത പോലെ മാക്സിമം അല്ല, ഇവിടെ നേരെ തിരിച്ചല്ലേ എടുക്കേണ്ട. വി ഹാവ് ടു കൺസിഡർ വാട്ട്? മിനിമം എന്നുള്ളതാണ് എടുക്കേണ്ടത്. മിനിമം, ഈ കൂട്ടത്തിൽ നിന്ന് മിനിമം. സോ 1 is from എങ്ങോട്ടേക്കാ? L7 minus 8 ഉണ്ട്. Then the other one is from L6 minus 4 ഉണ്ട്. അപ്പോൾ what is L7? L7 എത്ര കിട്ടിയേ? 15 അല്ലേ? 15 minus 8 is equal to 7 ഉണ്ട്. L6 എത്ര കിട്ടിയേ? 16. 16 minus 4 12 ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഫൈനലൈസ് ചെയ്യണ ഏതാ? മിനിമം ഏതാ? 7. So 7 is the L5 value. Next L4. L4 ഒന്ന് നോക്കിക്കേ. L4 എങ്ങോട്ടേക്കാ പോടെ? 9ലേക്ക്. L9 minus 5. What is your L9 value? It was 15. So 15 minus 5 is equal to 10. Okay. L3 എന്ന് നോക്കിക്കേ. There are 2 arrows. അപ്പോൾ L4 minus 1 ഉം L5 minus 6 ഉം. L4 minus 1 and L5 minus 6 അതിലത്തെ മിനിമം.
L4 വാല്യൂ എത്രയായിരുന്നു 10. 10 മൈനസ് 1 ഇസ് ഈക്വൽ ടു 9. L5 എത്രയായിരുന്നു 7. 7 മൈനസ് 6 ഇസ് ഈക്വൽ ടു 1. ഈ 9ഉം 1ലെ മിനിമം ഏതാണ് 1 അല്ലേ. സോ 1 ഇസ് ദ L3 വാല്യൂ. നെക്സ്റ്റ് ഇസ് L2. L2 പോകുന്നത് എങ്ങോട്ടേക്കാ L4ലേക്ക്. L4 minus 1. L4 എത്രയായിരുന്നു 10. 10 minus 1 is equal to 9. And the last one L1. L1 രണ്ട് arrows ഉണ്ട്. One is L2 minus 4 and the other one is L3 minus 1. L2 എത്രയാ 9. So 9 minus 4 is equal to 5. അടുത്തത് L3 എത്രയാ 1. 1 minus 1 is equal to 0. ഏതാ മിനിമം 0. വേറെ ഒന്നും നോക്കരുത്. അവസാനം നമുക്ക് കിട്ടേണ്ടത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത 0 തന്നെ ഇവിടെ കിട്ടണം. L1 വാല്യൂ 0 ആവണം. ഓക്കെ, ബിക്കോസ് വി സ്റ്റാർട്ടഡ് ഫ്രം 22. വാട്ട് ഇസ് ദ 22 എന്ന് പറയുന്നത് ആരായിരുന്നു? വാട്ട് വാസ് ദ ലാസ്റ്റ് ആൻസർ ദാറ്റ് വി ഗോട്ട് ഇൻ ദ ഇ വാല്യൂസ്. 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അതേപോലെ വി സ്റ്റാർട്ടഡ് ഫ്രം L10. 22ൽ സ്റ്റാർട്ട് ചെയ്ത് എവിടെ എത്തണം? 0യിലായിരിക്കണം ഫസ്റ്റ് നോഡ് എപ്പോഴും എത്തണം. തിരിച്ച് ഒന്നുമില്ലാത്ത സമയത്തിലേക്ക് എത്താം. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ബാക്ക്വേർഡ് പാസ്. സോ ഞാൻ എൻ്റെ മാർക്കിംഗ് സ്കീം പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കുമ്പോൾ എത്ര മാർക്ക് കിട്ടും? 3 മാർക്ക്. പിന്നെ യു ഹാവ് കാൽക്കുലേറ്റഡ് ഓൾ ദ ഇ വാല്യൂസ്. ഇതിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 2 മാർക്സ് ആണ്. ഇതിന് 3 മാർക്സ്, ഇതിന് 2 മാർക്സ്, ഈ എൽ വാല്യൂസ് കാണുന്നതിനും 2 മാർക്സ്. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ എത്ര മാർക്കായി? 7 മാർക്സ് ആയി. ഇനി ബാക്കി വേണ്ടേ 15 മാർക്കിന്? അപ്പോൾ അതിനെന്താണെന്ന് വെച്ചാൽ യു ആർ ഗോയിങ് ടു കൺസ്ട്രക്ട് എ ടേബിൾ. ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് ആക്ടിവിറ്റി ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ട്ലി യുവർ ക്വസ്റ്റ്യൻ ഇറ്റ് സെൽഫ്. അതായത് ആക്ടിവിറ്റി ഏതൊക്കെയായിരുന്നു? 1 to 2, 1 to 3 അങ്ങനെയില്ലേ? അതിൻ്റെ സമയം 1 to 2 എത്രയായിരുന്നു ടൈം? 4, 1. ഇത് ഫില്ല് ചെയ്യുക. ഓക്കെ, തേർഡ് കോളം മുതൽ. അപ്പോൾ ദിസ് ഇസ് ആക്ച്വലി യുവർ ക്വസ്റ്റ്യൻ ഇറ്റ് സെൽഫ്, ആക്ടിവിറ്റി ടൈം. മൂന്നാമത്തെ കോളം നോക്കിയ ഏർലിയസ്റ്റ് ടൈം എന്നും പറഞ്ഞു. ഏർലിയസ്റ്റ് ടൈമിനെ ഞാൻ രണ്ടാക്കി തിരിക്കാൻ പോവുകയാണ്. One is EST and the other one is EFT, which was your question. Third sub question ഉണ്ടായിരുന്നില്ലേ? നമുക്ക് 4 ക്വസ്റ്റ്യൻ ആയിരുന്നു. നെറ്റ്വർക്ക് ഡയഗ്രാം കൺസ്ട്രക്ട് ചെയ്യുക, TE and TL വാല്യൂസ് കാണാം. അതാണ് നമ്മളിപ്പോൾ കണ്ടത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ EST, EFT, LST, LFT. അപ്പോൾ അത് തന്നെ ഇവിടെ അത് കണ്ടുപിടിക്കാൻ പോവുകയാണ് കേട്ടോ. LST and LFT. ടോട്ടൽ ഫ്ലോട്ടിലേക്ക് ഞാൻ കടക്കാം എന്താണെന്നുള്ളത്. അപ്പോൾ ഏർലിയസ്റ്റ് ടൈമിനെ രണ്ടാക്കി തിരിച്ചു, ലേറ്റസ്റ്റ് ടൈമിനെ രണ്ടാക്കി തിരിച്ചു. ഓക്കെ, okay, so I copied the question, activity time duration ഞാൻ കോപ്പി ചെയ്തു. നെക്സ്റ്റ് is what we are calculating is earliest time. EST and EFT കാൽക്കുലേറ്റ് ചെയ്യാൻ പോകണം. ആദ്യം EST. EST means earliest starting time. അപ്പോൾ ഫോർ എക്സാമ്പിൾ 1 to 2 ഉണ്ടെങ്കിൽ എവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്? 1ൽ ആണല്ലോ. ഇപ്പോൾ 3 to 4 ഉണ്ടെങ്കിൽ എവിടെ സ്റ്റാർട്ട് ചെയ്യും? 3ൽ. അതാണ് സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഏർലിയസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തന്നിരിക്കുന്ന ആക്ടിവിറ്റിയുടെ എല്ലാം ലെഫ്റ്റ് സൈഡിലായിരിക്കും വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് അല്ലേ. അപ്പോൾ ആ ലെഫ്റ്റ് സൈഡിൻ്റെ ഇ വാല്യൂസ്, ബിക്കോസ് ദിസ് ഇസ് ഏർലിയസ്റ്റ്, ഇതിൻ്റെ ഇ വാല്യൂസ് എടുക്കുക. ലെഫ്റ്റ് സൈഡിൻ്റെ ഇ വാല്യൂസ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഏതാ? 1. അപ്പോൾ E1 എന്താന്ന് നോക്കാം. E1 എത്രയാണ്? 0. ഓക്കെ, സെക്കൻഡ് അഗെയിൻ E1 തന്നെ. E1 എത്രയാ? 0 തന്നെ. അടുത്തത് E2 എത്രയാ? 4. E3 എത്രയാ? 1. അഗെയിൻ E3. അപ്പോൾ 1, 4 എത്രയാ? 5. പിന്നെ E5 വാസ് 7. അഗെയിൻ E5 തന്നെയാണ് അല്ലേ? 7. E6 11. നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? എവിടെന്നാ തുടങ്ങുന്നതെന്ന് നോക്കാം. 7 to 8. അപ്പോൾ 7 ആണ് സ്റ്റാർട്ടിങ്. അതിൻ്റെ ഇ വാല്യൂസ്, ബിക്കോസ് നമ്മൾ ഏർലിയസ്റ്റ് നിൽക്കുവാണ്. 7ൻ്റെ എത്രയാണ്? 15. 8 is 17 and 9 it is 10. Okay, this is the earliest value. ഇനി നമ്മൾ എന്താ ഫിനിഷ് ചെയ്യാൻ പോകണം. അപ്പം നമ്മളൊരു സ്ഥലത്ത് നിൽക്കുമ്പോഴല്ലേ സ്റ്റാർട്ടിങ് ടൈം പറഞ്ഞത്. ഫിനിഷ് ചെയ്യുന്നത് എത്ര മണിയായിരിക്കും? അത്രയും സമയം എത്ര എടുക്കണോ അതിൻ്റെ കൂടെ കൂട്ടിയാലല്ലേ. അതായത് ഞാനിവിടെ ഒരു 11 മണിക്ക് നിൽക്കുകയാണ്. ഞാൻ 15 മിനിറ്റ് എടുത്തു ഒരു ഡെസ്റ്റിനേഷനിൽ എത്താൻ. അപ്പോൾ ഞാൻ അവിടെ എത്തുന്ന സമയം എത്രയായിരിക്കും? 11:15 അങ്ങനെയല്ലേ. അപ്പോൾ ഇത് ഇസ് സ്റ്റാർട്ടിങ് ടൈം. ഇതിൻ്റെ കൂടെ ടൈം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഫിനിഷിംഗ് ടൈം കിട്ടും. കണ്ടോ, ടൈം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. സോ യു സിംപ്ലി ആഡ് ദീസ് 2 വാല്യൂസ്. 4, 1, 5, 1 + 1 2, 6 + 1 7, 5 + 5 10. കണ്ടോ, ഇത് രണ്ടും കൂടി ആഡ് ചെയ്തു. അതാ ചെയ്തത്. 10, 11, 15, 12, 17, 22 and 17. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, അപ്പം നിങ്ങൾ ഓർക്കും ഇതേപോലെ തന്നെ നമുക്ക് ലേറ്റസ്റ്റ് ചെയ്യാമെന്നുള്ളത്. ലേറ്റസ്റ്റ് ചെയ്യുമ്പോൾ വാട്ട് വി ഹാവ് ടു ഡു ഹിയർ ഇസ് ഏർലിയസ്റ്റ് നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? സ്റ്റാർട്ട് ചെയ്തായിരുന്നു ലെഫ്റ്റ് സൈഡ്. വി ഹാവൻ ടേക്കൺ ദിസ് റൈറ്റ് സൈഡ്, റൈറ്റ്? മറ്റേ വശം നമ്മൾ എടുത്തിട്ടുണ്ടോ? എടുത്തിട്ടില്ല. അപ്പോൾ
ഇവിടെ ഞാൻ സ്റ്റാർട്ടിലല്ല നിൽക്കുന്നത്. ഞാൻ എവിടെ വെച്ചാൽ തുടങ്ങിയ എൽ വാല്യൂസ് എവിടെ നിന്നാണ് തുടങ്ങിയത്? അവസാനത്ത്, അതായത് ഫിനിഷിലാണ് തുടങ്ങിയത്, L10 എന്ന് പറഞ്ഞ പോലെ. അതേപോലെ തന്നെ വി ആർ സ്റ്റാർട്ടിങ് ഫ്രം LFT. ഫിനിഷിന് ഞാൻ സ്റ്റാർട്ടിലേക്ക് എത്തിയതാണ്. അപ്പോൾ അതേപോലെ തന്നെ LFT വാല്യൂസിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. വി ഹാവ് ടു സെലക്ട് ദ റൈറ്റ് സൈഡ് വാല്യൂസ്. റൈറ്റ് സൈഡ് ഈ പോർഷനാണ് എടുക്കേണ്ടത്. അവിടുത്തെ എന്താ എടുക്കേണ്ടത്? L വാല്യൂസ് എടുക്കണം. ഓക്കെ, അപ്പം ലെഫ്റ്റ് സൈഡിലെ E വാല്യൂസ്, റൈറ്റ് സൈഡിലെ L വാല്യൂസ്. ലെഫ്റ്റ് സൈഡിൽ എവിടെ കൊണ്ട് എഴുതും? സ്റ്റാർട്ടിങ് EST എഴുതാം. റൈറ്റ് സൈഡിലെ L വാല്യൂസ് LFTയിൽ കൊണ്ട് എഴുതാം. ഓക്കെ, അപ്പോൾ LFT എന്ന് പറയുമ്പോൾ ആദ്യത്തെ എന്താ? ഇത് ഏതാ? റൈറ്റ് സൈഡിൽ ആദ്യം ഉള്ളത് 2. അപ്പോൾ L2 എത്രയാ? ഇറ്റ് ഇസ് 9. ഇവിടെ കൊണ്ട് എഴുതണം കേട്ടോ, അതാണ് എല്ലാവർക്കും മിസ്റ്റേക്ക് വരുന്നത്. 3, L3 എത്രയാ? 1. അടുത്തത് 4, ഇറ്റ് ഇസ് 10 for 2 times കണ്ടോ, 2 4 വരുന്നു. ഇനി 5 എത്രയാ? ഇറ്റ് ഇസ് 7. 9, L9 എത്രയാ? 15. അടുത്തത് 6, ഇറ്റ് ഇസ് 16. അടുത്തത് 7 ഇസ് വാട്ട്? 15. പിന്നെ 8 2 times വരുന്നുണ്ട്, ഇറ്റ് ഇസ് 17. ഓക്കെ, പിന്നെ 10 ആണ്. L10 എത്രയായിരുന്നു? 22 2 times. 22 കണ്ടാ, L10. ഇനി എന്താ? LST കിട്ടണം. നമ്മൾ ഏർലിയസ്റ്റിന്റെ ST എഴുതി, എങ്ങനെ ഫിനിഷ് കിട്ടി? ടൈം അതിനോട് കൂട്ടി. ഇപ്പൊ എന്താ നമ്മൾ എഴുതിയ? LFTയിൽ നിന്ന് സ്റ്റാർട്ടിലേക്ക് എത്തുമ്പോൾ നമ്മൾ എന്താ 11:15 നിൽക്കണം. ഞാൻ എപ്പോൾ തുടങ്ങി എന്ന് പറഞ്ഞാൽ ആ 15 മിനിറ്റ് കുറയ്ക്കണ്ടേ. അതേപോലെ വാട്ട് യു ടു ഡു ഇസ്, ഇൻ ഓർഡർ ടു ഗെറ്റ് ദ സ്റ്റാർട്ടിംഗ് വാല്യൂ ഓഫ് ദ ലേറ്റസ്റ്റ്, ഈ LFTയിൽ നിന്നും ടൈം ഡ്യൂറേഷൻ കുറയ്ക്കുക. അപ്പം 9 - 4 ഇറ്റ് ഇസ് 5. 1 - 1 0. 10 - 1 9. 10 - 1 9. 7 - 6 1. 15 - 5 10. 16 - 4 12. 15 - 8 7. 17 - 1 16. 17 - 2 15. 22 - 5 17. And 22 - 7 it is 15. Okay, so that's all for today. ഇനി അവസാനത്തെ ഒരു പാട്ടുണ്ട്, അത് നമുക്ക് പെൻഡിങ് ഇടാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക, ഏർലിയസ്റ്റും ലേറ്റസ്റ്റും മനസ്സിലാക്കുക. ഇനി ഇതിനൊരു സൊല്യൂഷൻ കാണണമല്ലോ, അത് വി ക്യാൻ സ്റ്റഡി ഫോർ ടുമോറോ. ഓക്കെ, താങ്ക് യു.